വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കൊരു മാസം 5 കിലോ വരെ വെയിറ്റ് കുറക്കാൻ പറ്റിയാലോ. അങ്ങനെയുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളും വലിയ മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിംഗ് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. ഇതിനു വേണ്ടി 3 സ്പൂൺ ചിയ സീഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായി വെക്കാം. 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് പാലാണ്. 1 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 ഡേറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുരു കളഞ്ഞതിന് ശേഷം ഇതിലിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഈ ഡേറ്റ്സൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇതിൽ നിന്ന് ഞാൻ ഡേറ്റ്സ് മാത്രം ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പാലും ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കണം. ഇടയ്ക്ക് ചെറിയ ഓരോ പീസുകളുണ്ട്, അത് കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ളത് സീഡ്ലെസ് ഡേറ്റ്സ് ആണെങ്കിൽ ഇതുപോലെ അരക്കേണ്ട ആവശ്യം വരില്ല. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞ് കിട്ടുമായിരിക്കും. അപ്പോൾ ഇത് ഞാനിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ ചിയ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 പാളയംകോടൻ പഴമാണ്. ഈ പഴം നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിക്കരുത്. ഒരു ഫോർക്കോ തവിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പുഡിംഗ് കഴിച്ചാൽ നമ്മുടെ വയറ് പെട്ടെന്ന് തന്നെ ഫില്ലാവുന്നതാണ്. പിന്നെ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഈ പുഡിംഗ് കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡൈജഷൻ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത മീൽ കുറേ കഴിഞ്ഞ് കഴിച്ചാൽ മതി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പെട്ടെന്ന് വിശപ്പ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒബിസിറ്റി ഉള്ള കുട്ടികൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുന്ന അതിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായും ഇതിൽ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ആപ്പിളാണ്. ഇത് ചെറുതായി നുറുക്കിയതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേറെ ബെറീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, നല്ലതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ വേണമെങ്കിൽ 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അല്ലെങ്കിൽ തന്നെ നല്ല മധുരമുണ്ട്, കാരണം നമ്മൾ ആ ഡേറ്റ്സ് അരച്ച് ചേർത്തിരുന്നല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിങ്ങിനായി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തതിനോട് ചേർത്ത് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ച് നമുക്ക് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.